ശ്വേതാ മേനോൻ സംഖ്യയായി. അറിയാമോ? ശ്വേതാ മേനോനെ അറിയാമല്ലോ, നടി ശ്വേതാ മേനോൻ. ഒരുപാട് സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്കെല്ലാം കൃത്യമായി അറിയാവുന്ന ശ്വേതാ മേനോൻ സംഖ്യയായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് സംഖ്യയായത് എന്നറിയാമോ? സാധാരണ സംഖ്യയാവുന്നത് ഒന്നുകിൽ BJPയുടെ മെമ്പർഷിപ്പ് എടുക്കണം, അതല്ലെങ്കിൽ RSSൻ്റെ പരിപാടികളിൽ പങ്കെടുക്കണം. ഇങ്ങനെയൊക്കെയാണ് സംഖ്യപ്പട്ടം കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിച്ച് കയ്യിൽ പ്രസാദവുമായി അമ്പലത്തിൻ്റെ നടയിൽ നിങ്ങൾ നിന്നാൽ, അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടാൽ നിങ്ങൾ സംഖ്യയാവും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു മഹാക്ഷേത്രം ഉണ്ടായി, നമ്മുടെ നാട്ടിലുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രമുണ്ട്. ഇതും അല്ലെങ്കിൽ നിങ്ങൾ സോമനാഥിലോ അയോധ്യയിലോ പോയി, അയോധ്യ പോയ പക്ക അച്ചട്ട് 100% സംഖ്യയാക്കി മാറ്റിയിരിക്കുന്നതാണ്. ഇനി ഇതൊന്നും വേണ്ട, നന്ദഗോവിന്ദം ഭജൻസിലൊന്ന് പോയി അവരുടെ ഭജന കേൾക്കാൻ പോയി, ആ ഭജന കേട്ടാൽ നിങ്ങൾ സംഖ്യയാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ, ഹിന്ദുക്കൾ ഇന്ന് സംഖ്യയായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അതൊന്നും അല്ല, ഇത്തിരി ഒരു നല്ല കാര്യം, ISRO ഒരു റോക്കറ്റ് വിക്ഷേപിച്ചത് വൻ വിജയമായി. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്നിരിക്കട്ടെ, നിങ്ങൾ പറയുകയാണ് ISROയുടെ വിജയത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ്. നാളെ എൻ്റെ കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്താൻ ISROയുടെ ഈ ഉപഗ്രഹത്തിന് കഴിയും എന്ന് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ സംഖ്യയാണ്. എൻ്റെ രാജ്യത്തെ, എൻ്റെ സൈന്യത്തെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഖ്യയാണ്. അത്തരത്തിലാണ് സംഖ്യപ്പട്ടങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംഖ്യപ്പട്ടം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ശ്വേതാ മേനോൻ എങ്ങനെ സംഖ്യപ്പട്ടം കിട്ടിയെന്നതിനെ പറ്റിയിട്ട് ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഹാൻഡിൽ, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ്ങിനാണ് തുടങ്ങുന്നത്: എന്നെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചു, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ആ പദം സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ തയ്യാർ. കേരളത്തിലെ ചിലരോട് ഹൃദയം തുറന്നു ചോദിക്കട്ടെ, ആരാണ് നിങ്ങളുടെ ശത്രു? ഇക്കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ എന്ന മലയാള സിനിമാ താരം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി സ്കൂളിൽ തൻ്റെ മകൾ ചെയ്ത പ്രോജക്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. ശ്വേതാ മേനോൻ്റെ മകളുടെ പേര് സബീന മേനോൻ എന്നാണ്. സബീനയുടെ സ്കൂൾ പ്രോജക്റ്റ് ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ കോട്ടയാണ്, അഭിമാനിക്കുന്നു മിത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ ഒരു പോസ്റ്റ് ഇട്ടത്. എന്നായിരുന്നു അത്. സ്കൂളിലെ പ്രോജക്റ്റാണത്. ശിവാജി മഹാരാജാവിൻ്റെ റായ്ഗഡിയിലെ കോട്ടയുടെ മിനിയേച്ചർ. വെൽ ഡൺ, അഭിനന്ദനങ്ങൾ സബീന. കുഞ്ഞുമോളുടെ കലാസൃഷ്ടിയാണ്, അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു. നിഷ്കളങ്കമതികൾ, മതേതരത്തിൻ്റെ പൈൽസ് പിടിച്ച എന്നെ പോലെയുള്ളവർ ചിന്തിച്ചത് തന്നെ സംഭവിച്ചു. ഏതെങ്കിലും ഒരു ഹിന്ദു മരിക്കുമ്പോൾ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കൊല്ലപ്പെടുമ്പോൾ സ്മൈൽ പോജിയിട്ട അതേ കേരള സ്റ്റോറിക്കാർ ഇവിടെയും എത്തി. കമൻറ്റ് ബോക്സുകൾ നിറഞ്ഞു. VD സതീശൻ സാറിന് വായിക്കാൻ താഴെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഗിനി, ഭാവി പോയി, കേരളത്തിൽ ആരുമില്ലാത്തതാണോ അടുത്ത BJP പ്രതിനിധി? നോട്ട് ദ പോയിന്റ് എന്ന് അദ്ദേഹം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. ശ്വേതാ മേനോൻ ഇന്നേ വരെ അമ്പലത്തിൽ പോലും പോയിട്ടില്ല, കുറിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യണം, തിരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. RSSനെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല, തരം കെട്ടപ്പോഴൊക്കെ അഭിമാനിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കുഞ്ഞ് മകൾ പഠന സംബന്ധമായി ഒരു കലാസൃഷ്ടി ചെയ്തപ്പോൾ, ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ അത് ഹിന്ദു രാജാവിൻ്റേതായതുകൊണ്ട് എതിർത്തതാണ്. കേട്ടല്ലോ മതേതരന്മാരെ. ഇന്നലെ അജയകുമാർ എന്നൊരു വ്യവസായി ഗുരുവായൂരപ്പന് ഏകദേശം 1 കോടി രൂപ വിലയുള്ള കിരീടം നടക്കി വെച്ചു. 20 വർഷം കഴിഞ്ഞാൽ അതും ഹിന്ദുവിൻ്റെ വേട്ടയ്ക്ക് ഉപയോഗിക്കും, ഇല്ലേ? ആളോഹരി വോട്ടാണ് ജനാധിപത്യം, ഇനി കുറച്ചുകൂടിയേ ബാക്കിയുള്ളൂ. ശ്രീപത്മനാഭസ്വാമിയുടെ പൊന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഉപയോഗിക്കുമെന്നൊരു കമൻറ്റ് പണ്ട് ഞാൻ കണ്ടിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ ഇവർക്കൊക്കെ RSSനോടോ BJPയോടോ അല്ല വിരോധം, മറിച്ച് എല്ലാ ഹിന്ദുക്കളോടും, ഹിന്ദു സമുദായത്തോടും, ഭാരതത്തിൻ്റെ ഭരണഘടനയോടും ഭരണ സംവിധാനത്തോടും കൂടിയാണ്. ഒരു കുട്ടിയുടെ സ്കൂൾ പ്രോജക്റ്റ് പോലും അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നു എങ്കിൽ അവരുടെ ലക്ഷ്യം വ്യക്തമാണ്. നിശബ്ദത ഒന്നിനും പരിഹാരമല്ല, ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഭാസ്കരൻ നായർ അജയൻ പറയുന്നത്, കോപ്പി എടുത്ത് സ്വന്തം പേരിൽ പ്രചരിപ്പിക്കുക. നമ്മളൊരിക്കലും മറ്റൊരാളുടെ ഒരു പോസ്റ്റും അയാളുടെ പേര് പറഞ്ഞ് നമ്മൾ ചെയ്യാറുള്ളൂ. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പോസ്റ്റും ഒക്കെ കാണിച്ച് തന്നെയാണ് നമ്മൾ വീഡിയോകൾ ചെയ്യാറുള്ളത്. എന്തായാലും ഒരു പറയുന്ന നിർണായകമായ കാര്യങ്ങളായതുകൊണ്ട് അതിനെ നമ്മൾ എടുത്ത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത്, ജനങ്ങളിലേക്ക് എത്തിക്കും. കൂടുതൽ അദ്ദേഹം ഫേസ്ബുക്കിലാണ് ഇടുന്നത്, നമ്മൾ യൂട്യൂബിലടക്കമുള്ള മാധ്യമങ്ങളിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ
ജനങ്ങളിലേക്ക് എത്തുക. ഈ സന്ദേശങ്ങൾ ഞങ്ങൾ ആശയത്തിന് മുകളിലാണ് നിൽക്കുന്നത്, ആശയത്തിന് ഒപ്പമാണ് നിൽക്കുന്നത്. അതായത് ഈ ഭാരതീയൻ എന്ന് പറയുന്ന ആശയം, ദേശീയവാദി എന്ന് പറയുന്ന ആശയം, അതിനൊപ്പമാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഏതായാലും ശ്വേതാമേനോൻ്റെ ആ പോസ്റ്റ് നമ്മൾ കാണിക്കാം. ശ്വേതാമേനോൻ്റെ ആ കുഞ്ഞുണ്ടാക്കിയ ആ ഒരു മനോഹരമായ കോട്ടയുടെ ഒരു മാതൃകയുണ്ട്, അതും നമുക്ക് കാണിക്കാം. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഛത്രപതി ശിവജി. ആരായിരുന്നു ഛത്രപതി ശിവജി? ഭാരതത്തിലേക്ക് കടന്നു വന്ന വൈദേശിക ആധിപത്യത്തെ ചെറുത്തു തോൽപ്പിച്ച ഒരു മനുഷ്യൻ. ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഹിന്ദുക്കളും ജസിയ എന്ന് പറയുന്ന ഈ പറയുന്ന കരിനിയമത്തിൻ്റെ നികുതി അടയ്ക്കേണ്ടി വന്നിരുന്നു. അതായത് അന്യമതസ്ഥരാണെങ്കിൽ ടാക്സ് അടയ്ക്കണം. കുംഭമേളയ്ക്ക് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കുംഭമേള നടത്തുന്നത് മുസ്ലിം ഭരണകാലത്ത് ഇവിടെ, അതായത് മുഗളന്മാർ ഭരിച്ചുകൊണ്ടിരുന്നത്. അവന്മാർ ആക്രമണം നടത്തി, ഏതാണ്ട് 5 നൂറ്റാണ്ട് ആക്രമണം നടത്തിയിട്ടാണ് അവർക്ക് 12ാം നൂറ്റാണ്ടിൽ അവർക്ക് ഡൽഹി സുൽത്താനായിട്ട് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു. അത്രയും നാൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ പ്രതിരോധിച്ചു. കണ്ടുനോക്കൂ നിങ്ങൾ. പടിഞ്ഞാറ് നിന്ന് അത് വ്യാപിച്ച് വന്ന് എവിടെ വന്നു? ഭാരതത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ പിന്നെ വ്യാപിക്കാൻ കഴിഞ്ഞില്ല. അവർക്കൊരു പാകിസ്ഥാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു, കുറേ കൂടി ഇന്ത്യക്കകത്ത് കുറച്ച് പോപ്പുലേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഇവിടെ നിർവീര്യമാക്കപ്പെട്ടു ആ ആക്രമണത്തെ, ആ സായുധ അറ്റാക്കിനെ. ചൈനയിലേക്ക് ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാം വ്യാപിച്ചില്ല. നമ്മൾ നോക്കൂ, ഈ പറയുന്ന കിഴക്കൻ പ്രദേശത്തേക്ക് ഉള്ള രാജ്യങ്ങളിലൊക്കെ ഈ റാഡിക്കൽ ഇസ്ലാം വ്യാപിച്ചിട്ടില്ല. വ്യാപിക്കാത്തതിന് കാരണം ഹിന്ദുക്കൾ, ഭാരതീയർ അതിനെ ചെറുത്തു എന്നുള്ളത് കൊണ്ടാണ്, പ്രതിരോധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ആരും ആക്രമിക്കാൻ പോയിട്ടില്ല. അങ്ങോട്ട് പോയി ഒരു രാജ്യവും കീഴടക്കി ഹിന്ദു സാമ്രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചില്ല. പക്ഷെ ഇവിടെ വന്നവരെ ചെറുത്തു. ഔറംഗസേബിൻ്റെ നീചമായ ഭരണത്തെ, ഇങ്ങനെ ആൾക്കാരെ കൊന്നു മല പോലെ കൂട്ടിയിടുന്ന, സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ആ ചരിത്രമുണ്ടല്ലോ, അതിനെ പ്രതിരോധിച്ചിട്ടേ ഉള്ളൂ. മഹാറാണ പ്രതാപും ശിവജി മഹാരാജാവും സാംബാജി മഹാരാജാവും പൃഥ്വിരാജ് ചൗഹാനും ഒക്കെ അടക്കമുള്ള മഹാന്മാരായ ചക്രവർത്തിമാർ ഇതിനെ എതിർത്തു തോൽപ്പിക്കുകയായിരുന്നു. അവർക്ക് അതല്ലാതെ വേറെ മാർഗമില്ലെന്നേ. ഇല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനെ മരിക്കാൻ വിട്ടുകൊടുക്കണം, ഇല്ലെങ്കിൽ കാശ്മീരിൽ കേട്ടതുപോലെ റിലീവ് ഗലീവ് ചലീവ് എന്ന് പറയുന്ന മുദ്രാവാക്യം നമ്മുടെ വീടിന് മുന്നിൽ മുഴങ്ങും. അതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളതുള്ളൂ. തീവ്രവാദത്തിനെ പ്രതിരോധിച്ചേ ആവുകയുള്ളൂ. ആ തീവ്രവാദം എന്തു തുടങ്ങിയതാണ്? ആ തീവ്രവാദം പടിഞ്ഞാറ് നിന്ന് ഇങ്ങോട്ട് കടന്നാക്രമണം, മണൽക്കാറ്റടിച്ചു വരുന്നത് പോലെ വന്നതാണ്. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ആരവല്ലി പർവ്വത നിലകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഭാരതത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അത് ഇല്ലാതായില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഭാരതവും അങ്ങനെ ഒരു ഊഷരഭൂമിയായി മാറുമായിരുന്നു. അങ്ങനെ ഒരു ഊഷരഭൂമിയാക്കി മാറ്റാതെ ഭാരതത്തെ കാത്തുരക്ഷിച്ച മഹാനാണ് ഛത്രപതി ശിവജി മഹാരാജ്. അദ്ദേഹത്തിൻ്റെ കോട്ടയുടെ ഒരു മാതൃകയാണ് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ കോട്ടയുടെ മാതൃക നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കൊടിയടയാളം അതിൽ വയ്ക്കും. അതിലെന്താ തെറ്റ്? ഒരു ഭാരതീയനായിട്ട് തൻ്റെ പൂർവ്വകാലത്തിൽ അഭിമാനം കൊണ്ട് ഒരു കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എന്താ തെറ്റാണ്? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള സിലബസ് എന്തായിരുന്നു? നമ്മളാരും പഠിച്ചിട്ടില്ല. ശിവജിയെ പറ്റിയിട്ട് സ്കൂൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടില്ല, മഹാറാണ പ്രതാപിനെ പറ്റി പഠിച്ചിട്ടില്ല, സാംബാജി മഹാരാജാവിനെ പറ്റി പഠിച്ചിട്ടില്ല, ഈ പറയുന്ന പൃഥ്വിരാജ് ചൗഹാനെ പറ്റി പഠിച്ചിട്ടില്ല. പണ്ട് ദൂരദർശനിൽ സീരിയൽ വന്നപ്പോൾ പൃഥ്വിരാജ് ചൗഹാനെ പറ്റി പഠിച്ചു എന്നുള്ളതാണ്. ബാക്കിയൊന്നും പഠിപ്പിച്ചിട്ടില്ല. കാരണം അവിടെ മഹാനായ അക്ബർ, മഹാനായ ഷാജഹാൻ, മഹാനായ ജഹാംഗീർ, മഹാനായ മുഗളന്മാർ, ഔറംഗസേബ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു. ഈ പറയുന്ന തുഗ്ലക് എന്ന് പറയുന്ന അതിനീചനായ ഭരണാധികാരിയെ പോലും നമ്മളെ മഹാൻ എന്ന് പഠിപ്പിച്ചു. ആ നീചന്മാർ, ഈ മുഴുവൻ നീചന്മാരെയും പറ്റിയിട്ട് മഹാൻ എന്ന് പഠിപ്പിച്ച ഏറ്റവും വൃത്തികെട്ട സംസ്കാരം നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ആ തെറ്റായ ചരിത്ര നിർമ്മിത സംസ്കാരം, അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന പുതിയ തലമുറ ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ കോട്ട നിർമ്മിച്ചാൽ എന്താണ് തെറ്റ്? അതിലും അസ്വസ്ഥയാവുകയാണ് ഇവർ. അതിൽ അസ്വസ്ഥയാവുന്നതിന് കാരണം എന്ന് പറയുന്നത് അത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. മറ്റെല്ലാം കാഫറുകളാണ്, മറ്റെല്ലാവരും കൊല്ലപ്പെടേണ്ടവരാണ്. ഏത് കാഫർ കൊന്നാലും സന്തോഷിക്കണം, കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കണം. അതാണ് ഇവിടെ പറഞ്ഞു പരത്തുന്ന വർഗീയ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മതാന്ധമായ ഒരു സംസ്കാരം എന്ന് പറയുന്നത്, അതിനെ ചെറുത്ത് തോൽപ്പിക്കണം എന്ന ഒരു പോസ്റ്റാണ് ഭാസ്കരൻ നായർ അജയിൽ പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ശ്വേതാമേനോൻ എല്ലാ കാലത്തും ഈ പറയുന്ന സംഘവിരുദ്ധ നിലപാട്, ഹിന്ദുത്വ വിരുദ്ധ നിലപാടെടുത്ത ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അവരൊരു കാലത്തും ഈ പറയുന്ന സംഘപരിവാറിനൊപ്പം ഒന്നും സഞ്ചരിച്ചവരല്ല, എവിടെയും നമ്മൾ അതിനെപ്പറ്റി കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവരായിട്ട് പോലും അവരാക്രമിക്കപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ്? അവർ ഹിന്ദു സ്വത്വമായതുകൊണ്ടാണ്.
ആ സ്വത്വം അവർ നിലനിർത്തുന്ന ഹിന്ദു ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിട്ടോ കോൺഗ്രസ് ആയിട്ടോ മറ്റേതെങ്കിലും രാഷ്ട്രീയം ഉന്നയിച്ചിട്ടോ കാര്യമില്ല. നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ അതിനൊന്നും പ്രസക്തിയില്ല. നിങ്ങൾ അപ്പോഴും കാഫിർ തന്നെയാണ്. നിങ്ങളിനി SDPI പോലും പോയി പ്രവർത്തിച്ചാലും ശരി തന്നെ, ഇനി മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചാലും ശരി തന്നെ, നിങ്ങൾ ഹിന്ദു നാമധാരിയാണെങ്കിൽ നിങ്ങൾ കാഫിറാണ്. നിങ്ങളെ കൊല്ലുന്ന ഒരാൾക്കും സ്വർഗം കിട്ടുമെന്നാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റുണ്ടോ? അവരെ സംബന്ധിച്ച് തെറ്റില്ല. അപ്പോൾ ശ്വേതാ മേനോൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സൈബർ ആക്രമണമാണ് ശ്വേതാ മേനോനും കുഞ്ഞിനും നേരെ നടക്കുന്നത് എന്നുള്ളതാണ്. അത്രയും നീചന്മാരുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഓർക്കുക, ഭാസ്കരൻ നായർ അജയൻ പറഞ്ഞത് ഓർക്കുക. നിങ്ങളുടെ പേരാണ് അവർക്ക് പ്രശ്നം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ആയിട്ടാണ് ലഭിക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചാനലിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.